വിരിഞ്ഞിറങ്ങുന്ന ഓരോ പറവകളും തൻ്റെ കൊച്ചു ചിറകുകൾ വിരിച്ച് മുന്നോട്ട് ഓടുന്നത് തൻ്റെ ഭാവി ജീവിതത്തിലെ അതിജീവനത്തിൻ്റെ കലയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹീസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ചാപ്റ്റർ ശരിക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അധ്യായമാണ്. എജുപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. +1 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലിയാമോ ഫ്ലഹേർട്ടി എഴുതിയ ഒരു ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന വളരെ രസകരമായ ഈ അധ്യായം. ഈ ചാപ്റ്ററിനെ പരിചയപ്പെടുത്തി മുകളിൽ കൊടുത്ത വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗൈഡഡ് ഇറ്റ് into the action and thereby equipped it to face the challenges of life. ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. നമുക്കൊരു കൊച്ചു കടൽക്കാക്കയുടെ കഥകൾ പറയാം. ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ കടൽക്കാക്ക ഭയപ്പെടുന്നു അതിൻ്റെ ആദ്യത്തെ പറക്കൽ നടത്താൻ വേണ്ടി. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ആദ്യത്തെ പറക്കൽ. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻറ്റ് ഗൈഡഡ് ഇൻ ടു ദി ആക്ഷൻ. ആൻഡ് എങ്ങനെയാണ് അവരുടെ പേരൻസ്, ആ കടൽക്കാക്കയുടെ പേരൻസ് അതിനെ ഈ പറക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നും ആൻഡ് thereby equipped it to face the challenges of life. അതിലൂടെ equipped it, ആ കൊച്ചു കടൽക്കാക്കയെ എങ്ങനെയാണ് അവർ സജ്ജീകരിച്ചത് എന്നും to face the challenges of life, ജീവിതത്തിൻ്റെ പല വെല്ലുവിളികളെയും എങ്ങനെയാണ് ധൈര്യസമേതം നേരിടേണ്ടത് എന്നും അവരെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് താഴെ കൊടുക്കുന്നത്. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ, എക്യുപ്പ് എന്ന് പറഞ്ഞാൽ സജ്ജീകരിക്കുക. അപ്പോൾ നമുക്കിനി ആ കഥകൾ കേട്ട് നോക്കാം. ഹീസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ലിയാമോ ഫ്ലഹേർട്ടി, നമ്മുടെ ഈ സ്റ്റോറി എഴുതിയ ആളുടെ പേര് ലിയാമോ ഫ്ലഹേർട്ടി എന്നാണ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കാം. ദി യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ had already flown away the day before. The young seagull, കൊച്ചു കടൽക്കാക്ക, was alone on his ledge. ആ പാറപ്പുറത്ത് അവൾ മാത്രമാണ് ബാക്കിയുള്ളത്. alone എന്ന് പറഞ്ഞാൽ ഒറ്റക്ക്. സീകൾ എന്ന് പറഞ്ഞാൽ കടൽക്കാക്കയാണ്. അപ്പോൾ ഇതിൻ്റെ കൊച്ചു കുട്ടികൾക്കാണ് യങ് സീകൾ, കൊച്ചു കടൽക്കാക്ക എന്നർത്ഥം. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പാറകൾക്കാണ് ലെഡ്ജ് എന്ന് പറയുക. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പുസ്തകത്തിൽ കൊടുത്ത ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതാണ്ട് ഒരു ലെഡ്ജിൻ്റെ രൂപം അതിൽ കാണിച്ചിട്ടുണ്ട്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദി ഡേ ബിഫോർ. അവൻ്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഓൾറെഡി അവർ പറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നർത്ഥം. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. പക്ഷേ അവന് അവരോടൊപ്പം പറക്കാൻ ഭയമായിരുന്നു. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയക്കുക എന്നർത്ഥം. അവരോടൊപ്പം പറക്കാൻ അവന് ഭയമായിരുന്നു. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid, and the great expanse of sea stretched down beneath, and it was such a long way down, miles down. Somehow എന്ന് പറഞ്ഞാൽ എങ്ങനെയോ, when he had taken a little run, അവന് ചെറിയൊരു ഓട്ടം നടത്തിയപ്പോഴേക്കും, forward മുന്നോട്ട്, to the brink of the ledge, ആ തള്ളി നിൽക്കുന്ന പാറയുടെ അരികു ഭാഗത്തേക്ക് ഒന്ന് മുന്നോട്ട് ഓടി നോക്കിയപ്പോഴേക്കും, and attempted എന്ന് പറഞ്ഞാൽ ശ്രമം നടത്തുക എന്നർത്ഥം. and attempted to flap his wings, തൻ്റെ ചിറകുകളിലൊന്ന് വിരിക്കാനൊരു ശ്രമം നടത്തിയപ്പോഴേക്കും, he became afraid, അപ്പോഴേക്കും അവന് ഭയങ്കര പേടിയായി അർത്ഥം. become എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. അപ്പോൾ became afraid എന്ന് പറഞ്ഞാൽ പേടിക്കുന്നവനായിത്തീർന്നു. The great expanse of the sea stretched down beneath. ആ പേടിയുടെ കാരണമാണ് പറഞ്ഞത്. The great expanse of the sea, കടലിൻ്റെ വിശാലമായ പരപ്പ്. എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ പരപ്പ്. stretched down beneath, അതങ്ങനെ പരന്ന് കിടക്കുകയാണ് താഴെ. beneath എന്ന് പറഞ്ഞാൽ താഴെ എന്നർത്ഥം. stretch down എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുക. and it was such a long way down, miles down. കാരണം ഈ കടൽ എന്ന് പറഞ്ഞാൽ അത് താഴോട്ടും അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ലോങ് വേ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. മൈൽസ് ഡൗൺ, എത്രയോ മൈലുകൾ താഴോട്ട് ആഴ്ചയുള്ള കടൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ്.
അപ്പോൾ നമുക്കിവിടെ ഈ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അത് വരുന്ന ഭാഗങ്ങളും നമുക്ക് പ്രത്യേകം അടയാളപ്പെടുത്തി ആ ചോദ്യങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കാണാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ, വൈ വാസ് ദി യങ് സീകൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടായിരുന്നു ഈ കൊച്ചു കടൽക്കാക്ക പറക്കാൻ ഭയപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഉള്ള ഭാഗത്താണ് ആ ചോദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം. The seagull was afraid to fly because below him was a vast sea and he thought his wings would never support him and he would fall into the sea and die. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ആ കൊച്ചു സീകൾ അതിന് പറക്കാൻ പേടിയായിരുന്നു. കാരണം അതിൻ്റെ താഴെയുള്ളത്, നേരത്തെ നമ്മൾ ബിനീത് എന്ന് ഉപയോഗിച്ചു, ബിനീത് എന്നോ അല്ലെങ്കിൽ ബിലോ എന്നോ പറയാം. അതിൻ്റെ താഴെ വാസ് എ വാസ്റ്റ് സീ, വിശാലമായ കടലായിരുന്നു. ആൻഡ് ഹീ തോട്ട്, അദ്ദേഹം ചിന്തിച്ചു, ആ കൊച്ചു കടൽക്കാക്ക ചിന്തിച്ചു, ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, താൻ അഥവാ പറന്നാൽ തൻ്റെ ചിറകുകൾ ഒരിക്കലും അദ്ദേഹത്തെ താങ്ങി നിർത്തൂല എന്ന് അദ്ദേഹം പേടിച്ചു. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. വുഡ് നെവർ സപ്പോർട്ട് ഹിം, അതിനെ താങ്ങി നിർത്തൂല എന്ന് അത് ഭയപ്പെട്ടു. ആൻഡ് ഹി വുഡ് ഫാൾ ഇൻ ടു ദി സീ ആൻഡ് ഡൈ, അതുകൊണ്ട് തന്നെ അത് കടലിൽ വീഴുമെന്നും, വുഡ് ഫാൾ എന്ന് പറഞ്ഞാൽ വീഴും, ഇൻ ടു ദി സീ കടലിൽ വീഴുമെന്നും, ആൻഡ് ഡൈ അതങ്ങനെ മുങ്ങി ചത്തുപോകുമെന്നും പേടിച്ചത് കൊണ്ടാണ് അത് പറക്കാൻ ഭയന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിവിടെ നിന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അപ്പോൾ ഇതേ വിഷയം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത വരിയിലും പറയുന്നത്. ഹി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അതെ, അതിന് ഉറപ്പായിരുന്നു. ഈ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫീൽ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ അതിന് തോന്നി, ഈ കടൽക്കാക്കൊക്കെ തോന്നി, സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, അതിന് ഉറപ്പായിരുന്നു തൻ്റെ ചിറകുകൾ ഒരിക്കലും അതിനെ താങ്ങി നിർത്തൂല എന്ന്. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ്, അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കടൽക്കാക്ക അതിൻ്റെ തല കുനിച്ചു. ആൻഡ് റാൻ അവേ ബാക്ക് ടു ദി ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അങ്ങനെ എന്താണ്, തല കുനിച്ചുകൊണ്ട് അത് പിന്നോട്ടേക്കു തന്നെ തിരിച്ചു ഓടുകയാണ്. റൺ അവേ ബാക്ക്, തിരിച്ചോടി, ടു ദി ലിറ്റിൽ ഹോൾ, കൊച്ചു ദ്വാരത്തിലേക്ക്, അണ്ടർ ദി ലെഡ്ജ്, ആ കൊച്ചു പാറയുടെ താഴ്ഭാഗത്തുള്ള, വേർ ഹി സ്ലെപ്റ്റ് അറ്റ് ദി നൈറ്റ്, അവിടെയായിരുന്നു അത് ഇന്നലെ കിടന്നിറങ്ങിയിരുന്നത്. അങ്ങനത്തെ ആ ഒരു പൊത്തിലേക്ക്, ആ ഒരു ദ്വാരത്തിലേക്ക് അത് തിരിച്ചു ഓടുകയായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to that plunge which appeared to him so desperate. അപ്പോൾ അതിൽ പറയുന്നത് ഈവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോലും എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ്, തൻ്റെ ഓരോ സഹോദരന്മാരും, ഈച്ച് എന്ന് പറഞ്ഞാൽ തൻ്റെ ഓരോ സഹോദരന്മാരും, ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, തൻ്റെ കൊച്ചു സഹോദരിയും, ഹൂസ് വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അവരുടെ എല്ലാം ചിറകുകൾ, ഹൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിങ്സ് ചിറകുകളെല്ലാം, വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, തൻ്റെ ചിറകുകളെക്കാളും വളരെ ചെറുതായിരുന്നു. തൻ്റെ രണ്ട് സഹോദരന്മാരുടെയും ഒരു സഹോദരിയുടെയും ചിറകുകൾ വളരെ ചെറുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയിട്ടും, അതാണ് എന്ത് ഈവൻ്റെ അർത്ഥം. ഈവൻ്റെ അർത്ഥം അവിടെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ ചിറകുകൾ എൻ്റെ ചിറകുകളേക്കാൾ ചെറുതായിരുന്നിട്ട് കൂടി, റാൻ ടു ദി ബ്രിങ്, എൻ്റെ രണ്ട് സഹോദരന്മാരും ആ സഹോദരിയും ആ പാറയുടെ അരികിലേക്ക് അവർ ഓടി. ഫ്ലാപ്പ്ഡ് ദെയർ വിങ്സ്, എന്നിട്ട് അവരുടെ ചിറകുകൾ അവർ അടിച്ചു. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക. ഫ്ലാപ്പ്ഡ് ദെയർ വിങ്സ്, അവരുടെ ചിറകുകൾ അവർ അടിച്ചു. ആൻഡ് ഫ്ലൂ അവേ, അവരങ്ങനെ പാറിയകന്നു. ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ്, അതേസമയം ഈ കൊച്ചു കടൽക്കാക്ക അത് പരാജയപ്പെട്ടു. ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. ടു മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക, നമ്മൾ ധൈര്യം സംഭരിക്കുക എന്ന് പറയാമല്ലോ. അപ്പോൾ അതിന് മസ്റ്റർ അപ്പ് കറേജ് എന്ന് പറയാം, ധൈര്യം സംഭരിക്കുക. മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക, കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. അപ്പോൾ ടു മസ്റ്റർ അപ്പ് കറേജ്, അത് ധൈര്യം സംഭരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്, എന്തിന്, ആ ഒരു കുതിപ്പ് നടത്താൻ വേണ്ടി. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ആ പെട്ടെന്ന് മുന്നോട്ടുള്ള ആ കുതിപ്പ് നടത്തുന്നതിൽ ധൈര്യം സംഭരിക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടു. വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്, അതുകൊണ്ട് തന്നെ അത് അവൻ വല്ലാത്തൊരു നിരാശയാണ് ഉണ്ടാക്കിയത്. ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശ. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him he couldn't move. ഇനി പറയുന്നത് ഹിസ് ഫാദർ ആൻഡ് മദർ, ഈ കൊച്ചു കടൽക്കാക്കയുടെ അച്ഛനും അമ്മയും, ഹാഡ് കം അറൗണ്ട്,
അവ ചുറ്റും ഈ കൊച്ചു കടൽക്കാക്കയുടെ ചുറ്റും വന്നു. കോളിംഗ് ടു ഹിം ഷ്രിലി, വളരെ രൂക്ഷമായിട്ട് ആ കൊച്ചു കടൽക്കാക്കയെ വിളിക്കുകയാണ്. ഷ്രിലി എന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട്, കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. സ്കോൾഡിങ് ഹിം, അവനെ ചൂടാവുകയാണ്, അതിനോട് ചീത്ത പറയുകയാണ്. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക എന്നാണ് അർത്ഥം. സ്കോൾഡിങ് ഹിം, ഈ കൊച്ചു കടൽക്കാക്കയോട് ചീത്ത പറയുകയാണ്. ത്രെട്ടനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്സ്. ത്രെട്ടനിങ്, അതുപോലെ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ത്രെട്ടൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. എന്ത്? ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്സ്, അതിനെ തൻ്റെ ആ പാറപ്പുറത്ത് തന്നെ അതിനെ പട്ടിണിക്കിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. സ്റ്റാവ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടുക. അൺലെസ് ഹീ ഫ്ലൈ അവേ, അവ എത്രയും പെട്ടെന്ന് പറന്നുയർന്നില്ല എങ്കിൽ. ഫ്ലൈ അവേ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പറക്കുക. അപ്പോൾ അൺലെസ് എന്നാൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അൺലെസ് ഹീ ഫ്ലൈ അവേ, എത്രയും പെട്ടെന്ന് അത് പറന്നില്ല എങ്കിൽ അതിനൊന്നും തിന്നാൻ കൊടുക്കില്ല, അതിനെ പട്ടിണിക്കിട്ട് അതിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് ഹിം ഹി കുഡിൻ മൂവ്, പക്ഷെ അതിൻ്റെ ജീവനോടുള്ള പേടി കാരണം കൊണ്ടോ മറ്റോ ഹി കുഡിൻ മൂവ്, അതിനൊരിക്കലും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല, അതിനൊരിക്കലും പറക്കാൻ സാധിച്ചില്ല എന്നാണ് അർത്ഥം. കുഡിൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാധിച്ചില്ല എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹി കുഡിൻ മൂവ്, അതിനും അനങ്ങാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിന് പറക്കാൻ സാധിച്ചില്ല എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദി പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദി യങ് ബേർഡ് വെൻ ഇറ്റ് ഫൈൽ ടു മസ്റ്റർ ഓഫ് കറേജ് ഇനഫ് കറേജ് ടു ഫ്ലൈ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ യങ് സീകളിൻ്റെ പാരൻസ് ആ കൊച്ചു പക്ഷിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പറക്കാനുള്ള ശക്തി സംഭരിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാരൻസ് എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ മറുപടി നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാം. ദേ കെയിം അറൗണ്ട് കോളിംഗ് ടു ഹിം ലൗഡ്ലി. അതിൻ്റെ പാരൻസ് ഈ കൊച്ചു സീകളിൻ്റെ ചുറ്റുഭാഗം വന്ന് അതിനെ ഉറക്കെ വിളിച്ചു. ദേ സ്കോൾഡഡ് ഹിം, അതിനെ ചീത്ത വിളിച്ചു. ആൻഡ് ഈവൻ ത്രട്ടൺ ടു സ്റ്റാവ് ഹിം, മാത്രവുമല്ല അത് പറന്നില്ല എങ്കിൽ, അൺലെസ് ഹീ ഫ്ലൈ, അത് പറന്നില്ല എങ്കിൽ അതിനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ത്രെട്ടൺ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ദാറ്റ് വാസ് 24 hours ago. Since then nobody had come near him. The day before, all day long he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ അതിൽ പറയുന്നത് ദാറ്റ് വാസ് 24 hours ago, 24 മണിക്കൂർ മുമ്പായിരുന്നു, അഥവാ കഴിഞ്ഞ ദിവസമാണ്. സിൻസ് ദെൻ, അപ്പോൾ മുതലാണ്. നോബഡി ഹാഡ് കം നിയർ ഹിം, ആ കൊച്ചു സീകളിൻ്റെ അടുത്തേക്ക് തൻ്റെ പാരൻസോ സഹോദരന്മാരോ ആരും വന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസമായിട്ട് അവരാരും വന്നിട്ടില്ല. ദ ഡേ ബിഫോർ, ഇന്നലെ. ഓൾ ഡേ ലോങ്, പകൽ മുഴുവൻ. ഡേ എന്ന് പറഞ്ഞാൽ അവിടെ പകൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ഡേ ലോങ്, പകൽ മുഴുവൻ. ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ്, അത് ഈ കൊച്ചു സ്ത്രീകളെങ്ങനെ വാച്ച് ചെയ്യുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നു. ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ്, എന്താണ് തൻ്റെ മാതാപിതാക്കൾ ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, തൻ്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയുമായിട്ട് ആ പാരൻസ് എങ്ങനെ പറക്കുന്നതും. ആൻഡ് പെർഫെക്റ്റിംഗ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുക എന്ന് പറയുന്ന കലയിൽ ആ മാതാപിതാക്കൾ സഹോദരന്മാരെയും സഹോദരിയെയും അവരെ പെർഫെക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അതിൽ പരിപൂർണത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഞാനങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദി വേവ്സ്, അതോടൊപ്പം അവയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും. ഹൗ ടു സ്കിം ദി വേവ്സ്, എങ്ങനെയാണ് തിരമാലകളെ കൂളിയിട്ട് അല്ലെങ്കിൽ മുങ്ങാങ്കുഴിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും. സ്കിം എന്ന് പറഞ്ഞാൽ ഊളിയിടുക എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, അങ്ങനെ തിരമാലകളിൽ മുങ്ങാങ്കുഴിയിട്ട് എങ്ങനെയാണ് അത് മത്സ്യങ്ങളെ ഡൈവ് ചെയ്ത് പിടിക്കുക എന്നും പഠിപ്പിക്കുന്നതൊക്കെ ഇതിങ്ങനെ കാണുന്നുണ്ട്. ഈ കൊച്ചു സീകൾ ഇങ്ങനെ കാണുകയായിരുന്നു. ഡൈവ് എന്ന് പറഞ്ഞാൽ മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക, ഫോർ ഫിഷ്. ആൻഡ് ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവോർ ഇറ്റ്. അത് മാത്രമല്ല, ഇന്നലെ അത് കണ്ടിരുന്നു. ഹി ഹാഡ് ഇൻഫാക്റ്റ് എന്ന സത്യത്തിൽ. ഹി ഹാഡ് സീൻ, ഹാഡിൻ്റെ ബാക്കിയാണ് അപ്പുറത്ത് സീൻ എന്ന് വന്നത്. അപ്പോൾ ഹി ഹാഡ് സീൻ, അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഹിസ് ഓൾഡർ ബ്രദർ, തൻ്റെ മുതിർന്ന സഹോദരനെ. ഓൾഡർ ബ്രദർ എന്നോടെ എൽഡർ ബ്രദർ എന്ന അർത്ഥത്തിനാണ്. തൻ്റെ മുതിർന്ന സഹോദരനെ. ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ്,
അത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു കൊച്ചു മത്സ്യത്തെ അത് പിടിക്കുന്നതായിട്ട്, ഹെറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയുന്ന മത്സ്യം, അതിനെ പിടിക്കുന്നതായിട്ട് കണ്ടു. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക. ആൻഡ് ഡിവോർ ഇറ്റ്, ഡിവോർ എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ തിന്നുക എന്നർത്ഥം. അപ്പോൾ അതിനെ ആർത്തിയോടെ തിന്നുന്നതും കണ്ടിരുന്നു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കേക്കിൾ. മാത്രമല്ല പിന്നെ കണ്ടതെന്നാണ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, അതങ്ങനെ ഒരു മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവന്ന് തിന്നുന്നതും എന്നിട്ട് അതൊരു പാറപ്പുറത്ത് പോയി നിൽക്കുന്നതും. വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കേക്കിൾ. ആ സമയത്ത് തൻ്റെ ആദ്യമായൊരു മീൻ പിടിച്ചപ്പോൾ അതിൻ്റെ സന്തോഷാധിക്യത്താൽ തൻ്റെ പാരൻസ് അതിന് ചുറ്റും പറക്കുന്നതും, റൈസിങ് എ പ്രൗഡ് കേക്കിൾ, വളരെ അഭിമാനത്തോടു കൂടി അവ കലപില കൂട്ടുന്നതും ഒക്കെ ഈ കൊച്ചു സീകൾ കണ്ടിരുന്നു. കേക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾ കലപില കൂട്ടുന്നതിനാണ് കേക്കിൾ എന്ന് പറയാം. ആൻഡ് ഓൾ ദി മോർണിംഗ് ദി ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് on the big plateau midway down the opposite cliff laughing at his cowardice. അപ്പോൾ പകൽ മുഴുവൻ, ഓൾ ദി മോർണിംഗ്, രാവിലെ മുഴുവൻ, ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദി ബിഗ് പ്ലാറ്റോ മിഡ് വേ ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്. അതായത് അവരുടെ മൊത്തം ഫാമിലി, അതായത് തൻ്റെ പേരൻസും സഹോദരന്മാരും സഹോദരിയും അടങ്ങുന്ന ഫാമിലി, ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദി ബിഗ് പ്ലാറ്റോ. പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ പീഠഭൂമി എന്ന അർത്ഥം. അപ്പോൾ അത് ഒരു പീഠഭൂമിയിൽ അവരിങ്ങനെ നടക്കുകയായിരുന്നു. മിഡ് വേ ഡൗൺ ടു ദി ഓപ്പോസിറ്റ് ക്ലിഫ്, അതായത് അതിൻ്റെ മധ്യഭാഗത്ത് കടലാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ കൊച്ചു സീകൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു മലമുകളിൽ, ഒരു കൊച്ചു മലമുകളിൽ ഇരുന്ന് ഫാമിലി അങ്ങനെ നടക്കുന്നതും. ആൻഡ് ലാഫിങ് അറ്റ് ഹിസ് കവാഡിസ്, എന്നിട്ട് ഈ കൊച്ചു സീകളിൻ്റെ ഭീരുത്വത്തെ അവർ ഒന്നിച്ച് കളിയാക്കുന്നതുമെല്ലാം ആണ് അവർ ഇന്നലെ രാവിലെയൊക്കെ ഈ കൊച്ചു സീകൾ കണ്ടിരുന്നത് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അതോടെ അതിൽ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി ഈ പാരഗ്രാഫിൽ വരുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൗ ഡിഡ് ദി പാരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദി യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ പക്ഷിയുടെ പാരൻസ് തൻ്റെ സഹോദരന്മാരെയും സഹോദരിയെയും ഒക്കെ പറക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് ഈ ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഈ പാരഗ്രാഫിൽ വന്നത്. ദേ ഫ്ലൂ അബൌട്ട് വിത്ത് ദം ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ദേ ടോട്ട് ദം ഹൗ ടു സ്കിം ദി വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. അപ്പോൾ ദേ ഫ്ലൂ അബൌട്ട് വിത്ത് ദം, അവ ഈ സഹോദരന്മാരോടൊപ്പം സഹോദരിയോടൊപ്പം പറക്കുകയായിരുന്നു. ട്രൈങ് ടു പെർഫെക്റ്റ് ദം, ആ പാരൻസ് അവർ ഇവരുടെ പൂർത്തീകരിക്കാൻ വേണ്ടി, പെർഫെക്റ്റ് അല്ലെങ്കിൽ പരിപൂർണമാകാൻ വേണ്ടി, ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ഈ പക്ഷികളുടെ ഈ തൻ്റെ സഹോദരന്മാരുടെയൊക്കെ പറക്കുക എന്ന് പറയുന്ന കലയെ ഒന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട്. ദേ ടോട്ട് ദം, അതുപോലെ പാരൻസ് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഹൗ ടു സ്കിം, എങ്ങനെയാണ് ഊളിയിടേണ്ടത് എന്ന്, ദി വേവ്സ്, തിരമാലകളെ, ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എന്നിട്ട് എങ്ങനെയാണ് മത്സ്യങ്ങളെ പിടിക്കേണ്ടത് എന്നും ഒക്കെ പഠിപ്പിക്കുകയായിരുന്നു പാരൻസ് എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതോടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഉടനെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.